ഈശോയിൽ പ്രിയമുള്ളവരെ, ജീവിക്കുവാണെങ്കിൽ കുടുംബത്തിന് അഭിമാനമായിട്ട് ജീവിക്കണം. നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴായി നമ്മളോടൊക്കെ പറയുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ്, ജീവിക്കുവാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും അഭിമാനമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ചേക്കണം, കുടുംബത്തിന് അഭിമാനമായിട്ട് ജീവിച്ചേക്കണം. ഈശോയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നിൻ്റെ അഭിഷേക വചനത്തിലൂടെ, ജീവിക്കുവാണെങ്കിൽ ഈശോയുടെ മകനായിട്ട് മകളായിട്ട് ജീവിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ദൈവാത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു അഭിഷേക ജീവിതം ജീവിക്കണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലുണ്ടാകുന്ന വലിയൊരു സംഘർഷമാണ് ലോകമോഹങ്ങളും ജഡത്തിൻ്റെ മോഹങ്ങളും ഒപ്പം ആത്മാവിൻ്റെ പ്രേരണയും അനുസരിച്ചുള്ള ഒരു ജീവിതം എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും സുഖങ്ങളും നമ്മളെ മാടി വിളിക്കുമ്പോൾ എങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. പ്രിയമുള്ളവർ, അതല്ല, നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ ചില സമയങ്ങളിൽ ഒരു സ്വരം കേൾക്കും, ചിലത് പറയരുത്, ഇന്ന പോലെ പെരുമാറരുത്, അല്ലെങ്കിൽ ഇന്ന സാഹചര്യത്തിലേക്ക് നീ പോകരുത്. മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇതാ ചില പ്രേരണകൾ നൽകും, ചില പ്രചോദനങ്ങൾ നൽകും. ആത്മാവിൽ വ്യാപരിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചില പ്രചോദനങ്ങൾ. ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ പ്രിയമുള്ളവരെ, അതൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്, ഒരു അഭിഷേകമുള്ള ജീവിതമാണ്, ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതമാണ്. ആർക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കാതെ ദൈവത്തിൻ്റെ ചൈതന്യം ഇങ്ങനെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന വലിയൊരു സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ആത്മാവിലുള്ളൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ജീവിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി ഞാൻ ജീവിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ പ്രഘോഷിക്കുന്നവരായിട്ട് ഞങ്ങൾ ജീവിക്കും. ആത്മാവിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. ആത്മാവിൽ വ്യാപരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനകളെ, യാചനകളെ, നിയോഗങ്ങളെ ഒന്ന് മനസ്സിലോർക്കാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ച് എല്ലാവരും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും ആത്മാവിൽ വ്യാപരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും പല ജീവിത സാഹചര്യങ്ങളിലും പെട്ട് നമ്മളിൽ നിന്നും ആ ഒരു കൃപ നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവമേ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ആത്മാവിൽ വ്യാപരിക്കുന്ന ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.